പല ആളുകളും ഇൻഡസ്ട്രിയൽ അവയർനെസ് വെച്ചിട്ട് കോച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യും. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്, അല്ലെങ്കിൽ സെഷൻ എടുത്തുകൊണ്ട് നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ശ്രദ്ധിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഒരാളുടെ ഗൈഡൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ അവയർനെസ് വെച്ചിട്ട് കോച്ചിങ്ങിനെ വിലയിരുത്തും. ശരിക്കും കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻ്റയർലി ഷിഫ്റ്റ് വേണം എന്ന തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് ഈ കോച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുന്നുണ്ടാവും, ഏതൊരു വിജയിച്ച ആളെ പിന്നിലും ഉണ്ടാവും ഒരു കോച്ച്, ഒരു ട്രെയിനർ എന്നുള്ളത്. കാരണം നമുക്ക് നമ്മളുടെ ലൈഫിൽ ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ, അത് ലൈഫിൽ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മൈൻഡ് പവർ നമ്മൾക്ക് അത്യാവശ്യമാണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് പോലും പ്രോപ്പറായൊരു ഡിസിഷൻ എടുത്ത് കൺസിസ്റ്റൻസിയോട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഡിസിപ്ലിൻ നമ്മൾ തന്നെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ്. അതുകൊണ്ട് ലൈഫിൽ ടോട്ടലി ഷിഫ്റ്റ് ചെയ്യണം, ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. മൈൻഡ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയെ വിലയിരുത്താതെ ഫ്യൂച്ചറിനെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ ലൈഫിനെ റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന, ലൈഫിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കോച്ചിങ് എന്ന് പറയുന്നത്.